ഇന്ന് ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പോ എന്താണ് പ്ലാൻ? എന്താണ് എവിടെയാണ് പോകുന്നത് ഇപ്പൊ? അപ്പോ ഇന്ന് ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് പറഞ്ഞിട്ടുണ്ടാവല്ലോ? പറഞ്ഞോ? ഇല്ലല്ലോ. ഇല്ല. അപ്പോ അൽത്താഫിന് പുതിയ കാറ് വാങ്ങിക്കാൻ പോവാണ്. കാർ ലോഞ്ചിങ് വീഡിയോ കാണിച്ചിരുന്നു. വാ ലേറ്റ് ആയി. ഓക്കെ. വെല്ലടി ഇത് ഇവിടെ പത്തൊരു ബ്ലോഗ് ഉണ്ട്. ഒന്നേ പറയാനുള്ളത്, എല്ലാവരും ഇതേപോലെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നീ ബ്ലാക്ക് അറിഞ്ഞിട്ടോ? വലിയ അച്ചീവ്മെന്റ്. അതെ, എന്റെ ഫസ്റ്റ് കാറാണ്. ഞാൻ ഫസ്റ്റ് ഇടലേ. ഇത് എന്റെ ബ്രദറിന്റെ ആണ്. നീ പണ്ടേ പറഞ്ഞിരുന്നു കാർ വാങ്ങിക്കണം. പക്ഷേ വാങ്ങിക്കുന്ന കാർ തന്നെ മാഷാഅല്ലാ നല്ല കാറാണ്. പക്ഷെ അതൊരു എന്താ പറയാ, സർപ്രൈസ് അല്ലേ? അതൊരു നല്ലൊരു കാറാണ്. ഐ ആം പ്രൗഡ് ഓഫ് യു. ഇതാ നമ്മളെ ചങ്ങായി കൊടുത്തിട്ട് ഇൻഷാല്ലാ ഒരു വണ്ടി വാങ്ങുന്നുണ്ട്. അടുത്തിട്ട് ഡെലിവറി ആവുന്നുണ്ട്. പിന്നെ അപ്പോ അവന്റെ കാറിന്റെ വിഷ്വൽസ് ഒക്കെ കാണിച്ചിട്ട് നമുക്ക് ഇപ്പൊ എവിടുന്നാ കാർ ഇറക്കുന്നത്? കാസർഗോഡ് ടൊയോട്ട ഷോറൂം കാർ ഇറക്കുന്നത്. അപ്പൊ കാർ ഏതാന്ന്? കാസർഗോഡല്ല, കാഞ്ഞങ്ങാട് എവിടെ ടൊയോട്ട ഷോറൂം, അവിടെ പോയി കാണിക്കും. അമാന ടൊയോട്ടോ. അപ്പോ അവിടെ കാർ ഏതെന്ന് പറയോ? കണ്ട് അവിടെ അപ്പൊ എന്താ പറയാനല്ലേ ഷംന? അതിനെന്ത് ബ്ലോഗാ? വീടിന്ന് തന്നെ ബ്ലോഗ് ആക്കി. പിന്നെ ആടെന്താ ഇടുന്ന് പണ്ട് സ്റ്റാർട്ടിങ് അൽത്തോ വണ്ടി കയറ്റിട്ട് ഫസ്റ്റ് നിന്റെ വണ്ടിക്ക് കയറ്റുന്നാരാ? അതിനെന്തൊരു ഡൗട്ട്? എനിക്കറിയുന്നല്ല ആരായിട്ടുണ്ടാവും. ഉമ്മ ഉപ്പ. ഇതെന്തോ മറ്റേ ഇതാക്കിയ പോലെ പ്ലാൻ ആക്കിട്ട് ചെല്ലുന്ന പോലെ. പ്ലാൻ ആക്കിട്ടല്ലോ ചോദിച്ചല്ലേ, ഞാന് സർപ്രൈസ് ആയിട്ട് ചോദിച്ചല്ലേ എന്നോട്. ചങ്ങ ബ്ലോഗ് തുടങ്ങിയതാ. ബില്ലിന്റെ ചാനലിന്റെ പേരെന്ത്? ബീക്ക ബ്ലോഗ്സ്. അപ്പോൾ എല്ലാവരും ബീക്ക ബ്ലോഗ്സിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇവൻ്റെ പേഴ്സണൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്, ബിലാൽക്ക. നല്ല ഫേമസ് ആയിരുന്നു, ഫേമസ് ആണ് ഇപ്പോഴും. അപ്പോൾ ഇവനിപ്പോൾ യൂട്യൂബിലേക്ക് വന്നതാണ്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നല്ല വ്ളോഗ്സ് ഇടണം. ഓക്കെ, തീർച്ചയായിട്ടും എൻ്റർടൈൻമെൻറ്റ് ചെയ്യുക. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നീ ബാബ നീ കയറി. ഓക്കെ, അപ്പോൾ അവിടെ കാണാം അല്ലേ? ഇതുണ്ടാവും, ഓർമ്മിച്ചോ? ഞാൻ ഇത് നീ ബാക്ക് തന്നെ പാ. എന്റെ ആടെ നിപ്പിക്കാമോ? ആടാ ഇത് മേങ്ങ നടന്ന് നിപ്പിക്കാം. ലൂക്ക നല്ല പെർഫ്യൂമാണ്. അപ്പോൾ ലൂക്കാൻ്റെ പ്രൊമോഷൻ ഒന്നുമല്ല, നല്ല പെർഫ്യൂമാണ്. സീരിയസ്ലി പറയുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഇതാണ്, ലൂക്കയാണ്. അപ്പോൾ എൻ്റെ കാറിലായെങ്കിലും എൻ്റെ ബെഡ്റൂമിലായെങ്കിലും ലൂക്കയെ കാണും. പ്രൊമോട്ടൊന്നും അല്ല. സ്റ്റാർട്ടാകുന്നില്ല വണ്ടി. കമാൺ
കണ്ടോ ഇതൊക്കെ ഇതാണ് ഇരുന്നോ അതിൽ നിക്ക ഞാൻ ഇവിടെ ഇരിക്കുന്നടാ ഇവിടെ കുറച്ച് ഓരോന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാണ് വണ്ടിനെ കുറിച്ചിട്ട് സംഭവം ചെയ്യത് എഞ്ചിൻ സ്റ്റാർട്ടാണ് കറണ്ട് ഇല്ല എഞ്ചിൻ സ്റ്റാർട്ട് എന്നിട്ട് കൊടുത്ത് പിന്നെ നമ്മൾ സ്റ്റാർട്ടിന് ബ്രേക്ക് പിടിക്കില്ലേ കണ്ടാ ബ്രേക്കിംഗ് സിസ്റ്റം എല്ലാം നോക്കിയതാ ഞാൻ കാണിക്കുന്ന എക്സിലേറ്റർ കൊടുത്ത് വണ്ടി പോയിക്കൊണ്ട് ബ്രേക്കിംഗ് വീട് നോക്കുക കണ്ടാ ഇതാരുണ്ടാക്കിയത് ഇത് ടോയ്ലറ്റ് ഞാനില്ല ക്രോസിംഗിലും ഓവർടേക്ക് ആക്കുന്നത് ഇതെന്താ ഈ ഹൈബ്രിഡിന്റെ ഡിസ്പ്ലേ ചാലാക്കുന്നേ എക്സിലേറ്റർ കൊടുത്ത് എക്സിലേറ്റർ കൊടുക്കുക ഇതാ നോക്ക് ഇവിടെ നോക്ക് സ്റ്റാർട്ട് ആകാൻ കുറച്ച് ടൈം ഉണ്ട് നോക്ക് ബ്രേക്ക് ഇടുന്നേ ബ്രേക്ക് കൈ പിടിക്കണം അല്ലേ ഇത് കാണും നീ എന്ത് വിചാരിച്ച ചായ ഗ്യാസ് ചായ ചായ തമാസാക്കുന്നല്ലേ ഞാൻ കാര്യത്തിൽ കൊണ്ട് ചിരിക്കുന്നില്ല ചിരിക്കണല്ലോ ആ വണ്ടിക്ക് 55 ലക്ഷം രൂപ വെളുത്ത കാലച്ചിരി കയറിയാത്തു അങ്ങനെ കൈ വണ്ടിയിൽ ഇരുന്നിരിക്കുന്നു അല്ല ഇരുന്നിട്ടുണ്ട് അപ്പോൾ അൽത്തോ അപ്പോൾ പ്രേക്ഷകരോട് അവസാനമായിട്ട് എന്താ പറയാനുള്ള പ്രേക്ഷകരോട് നല്ല നമ്മളെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ അവരോട് പറയാനുള്ളത് അൽഹംദുലില്ലാ ഞാൻ വിചാരിച്ചിട്ട് ഇങ്ങനത്തെ ഒരു വണ്ടി വാങ്ങാൻ കഴിയും എനിക്കെല്ലാവരും സപ്പോർട്ടാണ് അതിനെ ഇപ്പോൾ ബിലാൽ മുതൽ എല്ലാവരും എൻ്റെ വൈഫും എൻ്റെ ഇച്ചാവും ബ്രദറും അതേപോലെ യഹിയ കുറേ ആൾക്കാർ സപ്പോർട്ടാണ് അപ്പോൾ ഇതിൽ പേര് പറഞ്ഞിട്ടാണ് വരും പക്ഷേ നമ്മുടെ മനസ്സിലുണ്ടാവും ഓരെല്ലാം ഓക്കെ പിന്നെന്തെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഒരിക്കലും തോക്കാൻ കഴിയല്ല ഓക്കെ എല്ലാത്തിനും ഇപ്പോൾ ഞാൻ ആദ്യം സപ്പോർട്ട് നിന്ന ഒരാളാണ് ബിലാലിക്ക് അതായത് ഞാൻ ആദ്യം വീഡിയോയിൽ ഫസ്റ്റ് വന്നത് ഓൻ്റെ വീഡിയോയിലായിട്ടുണ്ട് അത് ആൾക്കാർ കാണാൻ തോന്നിയത് ഓൻ്റെ അക്കൗണ്ടിലായിട്ടുണ്ടാവും എല്ലാവർക്കും അറിയാൻ തോന്നി ഒരു വീഡിയോ ഉണ്ട് മറ്റേ മാലിക്കിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്കറിയല്ലേ ഞാൻ തമാസാക്കുന്നല്ല സീരിയസ്ലായിട്ട് പറയുന്നത് അപ്പോൾ ആ വീഡിയോ എന്നാണ് ഞാൻ സ്റ്റാർട്ടപ്പ് ഇതായത് പിന്നെ എന്ത് പറയുക നമ്മൾ ഒരിക്കലും തോക്കാൻ കഴിയല്ല
അതേപോലെ നമ്മളെ കുറേ തളർത്താൻ നോക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും തളരാൻ കഴിയില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇതാ ഈ ഒരു സംഭവം. അൽഹംദുലില്ലാ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചെങ്കിൽ എന്നെ കുറേ അടുത്തുനിന്ന് ഇതാക്കിയിട്ടുണ്ട്. ഞാൻ 10 ഫെയിലായ ഒരാളാണ്. അപ്പോൾ കുറേ ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായി, ഇത് നീ വീഡിയാക്കിയിട്ട് എന്ത് കിട്ടുന്നത്, അങ്ങനെ ഇങ്ങനെ മറ്റേ മറിച്ചത്. കുറേ ആൾക്കാർ എന്നെ ഇതാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടായി. മാത്രം അൽഹംദുലില്ലാ എല്ലാവരും സപ്പോർട്ടാണ്. ഇതാ നമ്മളെ ബിലാലിക്ക മുതൽ എല്ലാവരുടെയും സപ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളോടൊന്നേ പറയാനുള്ളത്, എന്തേ തളർത്താൻ കുറേ ആൾ നോക്കും, പക്ഷെ തളരാൻ കഴിയില്ല. എന്താ പറയുന്നത് ബിലാലെ? അല്ല, ബിലാലിൻ്റെ ബ്ലോഗ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ഞാനും വീഡിയോ ഇടും ഇൻഷാ അല്ലാഹ്. ഞങ്ങൾക്ക് ഫ്രീ കിട്ടിയിട്ട്, അപ്പോൾ എൻ്റെ വൈഫ് എടുത്തിട്ടുണ്ടാവും വീഡിയോ എന്തായാലും. അതേപോലെ ബിലാലിൻ്റെ അക്കൗണ്ടും പിന്നെ നമ്മളെ മിച്ചുൻ്റെ അക്കൗണ്ടും എല്ലാവരുടെ അക്കൗണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുവിൻ്റെ അക്കൗണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. കയ്യിൽ അങ്ങനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എന്താ പറയുക? അത്രയാണ്. ഓക്കെ, ബൈ.